ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സ്ലീവിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എംബ്രോയ്ഡറി ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് വേണമെങ്കിലും ഈ ഒരു ഡിസൈൻ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു ഡിസൈനിൽ തന്നെ നെക്ക് ഡിസൈന് നമ്മൾ മുമ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിസൈൻ്റെ സ്ലീവ് ഡിസൈനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് ഒരു കളർ സിൽക്ക് ത്രെഡും അതുപോലെ ബാക്കി കട്ട് ബീഡ്, 2 കളർ കട്ട് ബീഡും അതുപോലെ ക്ലിപ്പ് സ്റ്റോണും അത്രമാത്രമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ സ്റ്റെം എല്ലാം തന്നെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് എല്ലാം ചെയ്ത് തീർക്കുക. സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് 2 സ്ട്രാൻഡ്സിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലെ ലീഫ് എല്ലാം കൂടെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ലേസി സ്റ്റിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് 12 സ്ട്രാൻഡ്സ് ആണ് നമ്മൾ ത്രെഡ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതുപോലെ ലേസി സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ നമുക്ക് ലേസി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിനകത്തൂടെ തന്നെ നമുക്കൊരു ലോങ് ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് ആ ഒരു ലീഫ് ഫില്ലായിട്ട് വരും. ഇതിലുള്ള ലീഫുകളെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ചെയ്ത് മുഴുവനാക്കാം. ലേസി സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് 12 സ്ട്രാൻഡ്സിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ലോങ് ഫ്രഞ്ച് നോട്ടും കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഡിസൈനകത്ത് ക്ലിപ്പ് സ്റ്റോൺ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ 4 ഭാഗത്തും ഹോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4 സൈഡും ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. ഈ 4 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ 2 സ്റ്റിച്ച് അവിടെ അധികം ഒന്ന് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു 8 അല്ലെങ്കിൽ 10 കട്ട് ബീഡൊക്കെ നമുക്ക് ഈ ഒരു റൗണ്ടിനകത്ത് കോർത്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള കട്ട് ബീഡൊക്കെ കോർത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഒരു റൗണ്ടായിട്ട് കൊടുക്കുക. അതുപോലെ 3 റൗണ്ടായിട്ടാണ് നമ്മൾ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അതൊന്ന് ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ 3 അല്ലെങ്കിൽ 4 സൈഡിലേക്ക് ഓരോ സ്റ്റിച്ചിട്ട് കൊടുക്കാം. ബീഡ് വെച്ച് തയ്ക്കുന്ന ഏതൊരു ഫ്ലവറോ അല്ലെങ്കിൽ ലീഫോ അതുപോലെ നമ്മൾ വെറുതെ ബീഡായിട്ട് തയ്ക്കുക ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ 1 അല്ലെങ്കിൽ 2 സ്റ്റിച്ച് അധികം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കാരണം ആ ഒരു ബീഡ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോണ് ലൂസായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്റ്റിച്ച് അധികം ഇട്ട് കൊടുക്കുന്നത്.